ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റസ്കിൻ ബോണ്ടിൻ്റെ എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന സ്റ്റോറിയുടെ സമ്മറിയാണ്. ആദ്യം നമുക്ക് റസ്കിൻ ബോണ്ടിനെ കുറിച്ച് പഠിക്കാം. റസ്കിൻ ബോണ്ട് ഈസ് എൻ ഇന്ത്യൻ ഓഥർ. ഹിസ് ഫസ്റ്റ് നോവൽ ദി റൂം ഓൺ ദി റൂഫ്, പബ്ലിഷ്ഡ് ഇൻ 1956, received the John Llewellyn Rice Prize. Bond authored more than 500 short stories, essays and novels, which includes 69 books for children. റസ്കിൻ ബോണ്ട് ഇന്ത്യൻ റൈറ്ററാണ്, എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലായ ദി റൂം ഓൺ ദി റൂഫ് എന്നത് പബ്ലിഷ് ചെയ്ത് 1956 അതിന് അദ്ദേഹത്തിന് ജോൺ ലെവല്യൻ റൈസ് പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം 500-ലധികം ഷോർട്ട് സ്റ്റോറീസും നോവൽസ്, എസ്സേസ് എല്ലാം എഴുതിയിട്ടുണ്ട്. അതിൽ കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള 69 ബുക്കുകളും ഉൾപ്പെടുന്നു. റസ്കിൻ ബോണ്ടിൻ്റെ ഫേമസ് ആയിട്ടുള്ള നോട്ടബിൾ വർക്ക്സുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. The Room on the Roof, Our Trees Still Grow in Dara, A Flight of Pigeons, etc. അദ്ദേഹത്തിന് ധാരാളം അവാർഡ്സുകൾ കിട്ടിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ജോൺ ലെവല്യൻ റൈസ് പ്രൈസ് ഇൻ 1957, സാഹിത്യ അക്കാദമി അവാർഡ് ഇൻ 1992, പത്മശ്രീ ഇൻ 1999, പത്മഭൂഷൺ ഇൻ 2014. എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത് മണി എന്ന ഒരു ആൺകുട്ടിയുടെയും അവൻ്റെ മുത്തശ്ശിയുടെയും ഒരു നീണ്ട യാത്രയെക്കുറിച്ചുള്ളതാണ്. കൂടാതെ അവരുടെ സ്നേഹത്തെക്കുറിച്ചും സൗഹൃദത്തെക്കുറിച്ചും ഈ കഥയിൽ പറയുന്നു. അതേപോലെ തന്നെ കുന്നിൻ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തെക്കുറിച്ചും നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ കാണാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് സ്റ്റോറിയുടെ സമ്മറിയിലേക്ക് കടക്കാം. എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി. മണിയുടെ അച്ഛനും മണിയുടെ മുത്തശ്ശിയും ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. മണി 11 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ്. മണിക്ക് 1 വയസ്സുള്ളപ്പോൾ അവൻ്റെ അമ്മ മരിച്ചതിനാൽ മണിയെ നോക്കി വളർത്തിയത് ഈ മുത്തശ്ശിയാണ്. കൂടാതെ മണിയുടെ അച്ഛനെ നോക്കുന്നതും ഈ മുത്തശ്ശിയാണ്. പിന്നെ പശുക്കളെയും കോഴികളെയും എല്ലാം നല്ല ആത്മാർത്ഥതയോടു കൂടിയാണ് മുത്തശ്ശി നോക്കുന്നത്. മുത്തശ്ശിക്ക് 70 വയസ്സായിട്ടുണ്ട്. മുത്തശ്ശിക്കാണെങ്കിൽ കാഴ്ച മാത്രമാണ് നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുള്ളൂ. കാലിനൊന്നും ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് തന്നെ മുത്തശ്ശിക്ക് എത്ര നടക്കാനും കുന്നു കയറാനും മല ഇറങ്ങാനൊന്നും ഒരു പ്രശ്നവുമില്ല. മുത്തശ്ശിക്കാണെങ്കിൽ ഒന്നും കൃത്യമായി കാണാൻ കഴിയില്ല. മുത്തശ്ശിയെ പോലെ തന്നെ മുത്തശ്ശിയുടെ കണ്ണടയ്ക്കും പ്രായമായി. മുത്തശ്ശിക്ക് ദൂരെയുള്ള റിവറിൻ്റെ അലർച്ച കേൾക്കാം. പൈൻമരത്തിൻ്റെ ഇലകളുടെ മണവും കിട്ടുന്നുണ്ട്. മണിയുടെ പ്രസൻസും മനസ്സിലാവുന്നുണ്ട്. പക്ഷേ മുത്തശ്ശിക്കൊന്നും ശരിക്കും കാണാൻ കഴിയില്ല. മണി ഒപ്പമുണ്ടെന്നറിയാൻ അവൻ്റെ മൃദുവായ മുടി തൊട്ടു നോക്കുകയും അവൻ്റെ ബ്ലാക്ക്ബെറി പോലുള്ള കണ്ണുകൾ നോക്കിയും ചിരിക്കുമ്പോൾ തിളങ്ങുന്ന പല്ലുകൾ നോക്കിയെല്ലാമാണ് അവനെ മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ മുത്തശ്ശിക്ക് ആ കണ്ണടയിലൂടെ ഒന്നും കൃത്യമായി കാണാൻ പറ്റില്ല. വളരെ കഷ്ടപ്പെട്ടാണ് കാഴ്ചകളെല്ലാം കാണുന്നത്. അതിന് പൊട്ടലുകളും പോറലുകളും ഒക്കെയുണ്ട്. മുത്തശ്ശിയുടെ കണ്ണടയ്ക്കാണെങ്കിൽ 10 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. താൻ ഏറ്റവും സ്നേഹിച്ച് വളർത്തിയ മണിയെ ശരിക്കും കാണാൻ കഴിയാത്തതിൽ മുത്തശ്ശിക്ക് സങ്കടവുമുണ്ട്. മണിയുടെ അച്ഛൻ പുതിയ കണ്ണട വാങ്ങാൻ പോകാൻ മുത്തശ്ശിയെ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ മണിയെ ഒറ്റയ്ക്ക് വിട്ടു പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും മുത്തശ്ശിക്ക് കഴിയാത്തതിനാൽ പല ന്യായങ്ങൾ പറഞ്ഞ് മുത്തശ്ശി അതിനെ മുടക്കിയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മുത്തശ്ശിക്കൊരു കണ്ണട വാങ്ങാൻ അവർ തീരുമാനിക്കുന്നു. അവരുടെ ഗ്രാമത്തിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള കണ്ണാശുപത്രി മസൂറിയിലാണ്. ഏകദേശം 2 ദിവസത്തെ യാത്രയാണ് മസൂറിയിലേക്കുള്ളത്. മണി മുത്തശ്ശിയോടൊപ്പം കണ്ണാശുപത്രിയിലേക്ക് പുതിയ കണ്ണട വാങ്ങാൻ പോകാൻ തീരുമാനിക്കുന്നു. മണി കൂടെയുള്ള കാരണം ദൂരയാത്ര ചെയ്യാൻ തീരെ ഇഷ്ടമില്ലാതിരുന്നിട്ടും മുത്തശ്ശി അവസാനം പോകാൻ സമ്മതിക്കുന്നു. അതുകൂടാതെ മസൂരിയിൽ പോകുമ്പോൾ അവിടെ നിന്ന് കുറച്ച് വിത്തുകളും ബൾബുകളും വാങ്ങണമെന്നും വെള്ളപ്പശുവിനെ കയറ്റാൻ പുതിയ മണി വാങ്ങണമെന്നും മണിയുടെ അച്ഛന് ഒരു പുതിയ കമ്പിളി കുപ്പായം വാങ്ങണമെന്നും മണിക്ക് പുതിയ ഷൂ വാങ്ങണമെന്നുമെല്ലാം മുത്തശ്ശി പറയുന്നുണ്ട്. മണിയുടെ അച്ഛൻ്റെ കയ്യിലാണെങ്കിൽ ആകെ 100 രൂപയാണ് അവർക്ക് ചിലവഴിക്കാൻ കൊടുക്കാനുള്ളത്. മുത്തശ്ശിയുടെ കയ്യിലാണെങ്കിൽ 50 രൂപയുമുണ്ട്. അവരുടെ അടുത്തുള്ള കണ്ണാശുപത്രിയിലേക്ക് ഏകദേശം 2 ദിവസത്തെ യാത്രയുള്ളതിനാൽ ആദ്യം അവർ 9 വരെ നടക്കണം. എന്നിട്ട് അവിടെ തൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ താമസിച്ച് പിറ്റേ ദിവസം മസൂരിയിലേക്ക് ബസ് കയറണം. അങ്ങനെ വേണം അവർക്ക് ആ കണ്ണാശുപത്രിയിലെത്താൻ. നേരിയ ചാറ്റൽ മഴയിൽ മണിയും മുത്തശ്ശിയും താഴേക്ക് യാത്ര ആരംഭിക്കുന്നു. 9ലേക്ക് 12 മൈലുണ്ട്. അവർ ചോർന്നൊലിക്കുന്ന കുടയും ഭക്ഷണവും ഒരു കിടക്കവിരിയും ചുമക്കുന്നു. അവർ നടന്നു പോകുമ്പോൾ അവിടെയുള്ള പ്രകൃതി ഭംഗിയെക്കുറിച്ച് റസ്കിൻ ബോണ്ട് വിവരിക്കുന്നുണ്ട്. ദാലിയപ്പൂക്കൾ, മരങ്ങൾ, ദൂരെയുള്ള പർവ്വതങ്ങൾ, കടന്നു പോകുന്ന കോവർ കഴുതകൾ തുടങ്ങിയ കുന്നുകളുടെ മനോഹരമായ കാഴ്ചയെക്കുറിച്ച് അവിടെ വിവരിക്കുന്നു. 9ൽ രാത്രി അവർ അമ്മാവനോടൊപ്പം താമസിക്കുന്നു. പിറ്റേന്ന് അവർ കണ്ണാശുപത്രിയിലേക്കുള്ള അവരുടെ യാത്ര വീണ്ടും ആരംഭിച്ചു. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മലയിടിച്ചിൽ കാരണം അവരുടെ യാത്ര തടസ്സപ്പെടുകയും
ബസ്സിലുള്ള ചിലർ അതേ ബസ്സിൽ നൈലിലേക്ക് മടങ്ങുകയും അതേസമയം മറ്റു ചില ധൈര്യശാലികൾ 10 മൈൽ അകലെയുള്ള മസൂരിയിലേക്ക് കാൽനടയായി നടക്കുകയും ചെയ്തു. മഴ നനഞ്ഞിട്ടും മലകളും കാടുകളും കയറിയിറങ്ങിയിട്ടും മുത്തശ്ശിക്ക് ഒരു ക്ഷീണവും തോന്നിയില്ല. കാരണം മണിയുടെ കൂടെ എത്ര നടന്നാലും മുത്തശ്ശിക്ക് വേദനകളും വിഷമങ്ങളും ഒന്നും തോന്നില്ല. അവസാനം മുത്തശ്ശിയും മണിയും മസൂരിയിലെത്തി. മസൂരിയിലെ ഹോട്ടലുകൾ ചെലവേറിയതിനാൽ അവർ ഒരു ക്ഷേത്രത്തിനടുത്തുള്ള ധർമ്മശാലയിലാണ് ആ ദിവസം കഴിച്ചുകൂട്ടിയത്. പിറ്റേ ദിവസം അവർ കണ്ണു ഡോക്ടറെ കാണുകയും ആശുപത്രിയിൽ വെച്ച് മുത്തശ്ശിയുടെ ആ പഴയ കണ്ണട മാറ്റി പുതിയ കണ്ണട വാങ്ങി വയ്ക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം മുത്തശ്ശി ആ പുതിയ കണ്ണടയിലൂടെ മണിയെ കണ്ടു. മണിയെ കണ്ടപ്പോൾ മുത്തശ്ശിക്ക് വളരെ ആവേശവും സന്തോഷവും തോന്നി. പിറ്റേന്ന് അവർ ഒരുമിച്ച് ഷോപ്പിംഗ് നടത്തി നൈനിലേക്ക് തിരികെ ബസ് കയറി. മുത്തശ്ശിക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയത്. മണിയും മുത്തശ്ശിയുടെ കൂടെ ഇരുന്നു. ബസ്സിലെല്ലാവരും ഉറങ്ങുകയും നിശബ്ദരായിരിക്കുകയും ചെയ്യുമ്പോൾ മുത്തശ്ശി പ്രകൃതിയുടെയും താഴ്വരകളുടെയും ഭംഗി ആസ്വദിക്കുകയായിരുന്നു. പാടത്താളുകൾ പണിയെടുക്കുന്നതും പാൽക്കാരനും 2 നായകൾ ബസ്സിൻ്റെ പുറകെ വരുന്നതും പിന്നെ മരത്തിൻ്റെ മുകളിലെ കുരങ്ങന്മാരും എല്ലാം മുത്തശ്ശി കണ്ടു. ഏറ്റവും മനോഹരമായ കാഴ്ചയെന്ന് പറയുന്നത് മഴവില്ലാണ്. മഴവിൽ കണ്ടപ്പോൾ മുത്തശ്ശി വളരെ സന്തോഷമായി. കാര്യം മുത്തശ്ശിക്കെല്ലാം നല്ല പെർഫെക്റ്റായി കാണാൻ പറ്റില്ലെങ്കിലും കുറേയൊക്കെ നന്നായി കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുത്തശ്ശി ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കുകയായിരുന്നു. മണി കുറേ നേരം മുത്തശ്ശിയുടെ ഇടവിടാത്ത സംസാരം കേട്ടിരുന്നു. പിന്നീട് മുത്തശ്ശിയുടെ ഷോൾഡറിൽ തലവെച്ച് മെല്ലെ മെല്ലെ ഉറങ്ങി.